ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ കിടന്ന് മറിയുന്നതും ഫെസ്റ്റ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രം കുറച്ച് മണലിൽ ചിത്രങ്ങൾ വരച്ച് കളിക്കായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ വരയ്ക്കാൻ തോന്നി. നിങ്ങൾ ഒരാളെങ്കിലും ഒരു വട്ടമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും. കാര്യം എപ്പോഴും നമ്മൾ കൊല്ലം ബീച്ചിൽ പോകുന്ന സമയത്ത് അമ്മ പറയാറുണ്ട് പട്ടി മൂത്രമൊഴിച്ച് മണലിൽ ഈ കിടന്ന് കളിക്കുന്നത്. പക്ഷേ നമ്മൾ തോന്നിയിട്ട് നമ്മൾ കെട്ടിന് കൊടുത്തില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ കുറച്ച് തോന്നിയ ദിവസം കൊടുത്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ മണലിൽ കൈയിട്ട് വരയ്ക്കുന്ന കണ്ടിട്ട് എന്നെ സച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേനേക്കാൾ കഷ്ടമായി പോയെന്നാണ് പിന്നെ എനിക്ക് തോന്നിയത്. എങ്കിലും സാരമില്ല, ഞാൻ പിന്നെയും കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചിത്രങ്ങളെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ ഒരുപാട് പ്രാവശ്യങ്ങൾ വരച്ചിട്ട് ഉള്ള ചിത്രങ്ങളാണ്. കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ടെക്സ്റ്റ് ബുക്കിലായാലും ബുക്കുകളിലായാലും ഒക്കെ വരയ്ക്കാറുള്ള കുറേ ചിത്രങ്ങളാണ്. ഈ ആറ് കൊണ്ടുള്ള ടെഡി ബിയർ ഉണ്ടല്ലോ, അത് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. പിന്നെ ഈ ഒരു ഒറ്റ സ്റ്റാർ, അതേപോലെ തന്നെ ഏറ്റവും അവസാനം ഞാൻ കിഡിൽ ഐറ്റം വരയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ ഇതിൽ ഏതെങ്കിലും ചിത്രങ്ങൾ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് എല്ലാവരും ഇതേപോലുള്ള ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. കാര്യം കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ വരയ്ക്കും. ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഒട്ടുമിക്ക ചിത്രങ്ങൾ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. കാര്യം നമ്മൾ ബോർ അടിച്ചിരിക്കുന്ന ടൈമിൽ ഫ്രീ ക്ലാസ് കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ വരയ്ക്കുമല്ലോ. പിന്നെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒളിച്ചിരുന്ന് വരച്ചിട്ടുണ്ട്. അതിലും ചില ഐറ്റങ്ങളാണ് ഈ ഒരു എലിയും അതേപോലെ ആ ഒരു സ്റ്റാറും ഒക്കെ. ഇതുപോലെ നിങ്ങളും ക്ലാസ്സിൽ ഒളിച്ചിരുന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഏത് ചിത്രമാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നും കൂടി പറയണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ടാറ്റാ.